പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ആ പാട്ടിൽ കേട്ട പോലെ തന്നെ നല്ല നൈസ് പത്തിരിയും അതുപോലെ തന്നെ ഷാപ്പിൽ കോഴിക്കറിയും കൂടിയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ചെയ്യാൻ പോകുന്നത് പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 ഗ്ലാസ് അരിപ്പൊടിയാണ്. ഇത് നമുക്ക് ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ പാക്കറ്റിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വേപ്പറൈസ് ആയിട്ട് വെള്ളം പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കറക്റ്റ് അളവ് ഒരു 1 ഗ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരി വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ട് വെച്ച വെള്ളമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത്തിരി വലിയ പാൻ ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. പക്ഷേ ഇതിൽ പത്തിരി നന്നാവുന്നതിനുള്ള കാരണങ്ങളായിട്ടിരിക്കുന്നത് അത് കുഴയ്ക്കുന്ന രീതിയും അതുപോലെ ആ മാവിൻ്റെ പാകമാണ് കേട്ടോ. ഇത് രണ്ടും ശരിയായി കഴിഞ്ഞാൽ പത്തിരി നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവിന് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു 1/4 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ വെള്ളം വെട്ടി തിളയ്ക്കണം. ഈ നല്ലപോലെ തിളച്ച് വരുന്നതിലേക്കാണ് നമ്മളിനി കുറേശ്ശെ പൊടിയിട്ട് ഇളക്കിയെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പൊടിയിട്ട് കൊടുക്കാം. പൊടിയിട്ട് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ബാക്കിയുള്ള കുറച്ച് പൊടിയും കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. കണ്ടോ? അപ്പം നമ്മുടെ പൊടി മുഴുവൻ ചേർത്ത് നമ്മൾ ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് ആ ചൂട്ടോടെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ കൈ പൊള്ളാൻ ലേശം ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ പച്ചവെള്ളത്തിൽ കൈ മുക്കി വേണം നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ പച്ചവെള്ളത്തിൽ കൈ മുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കുഴയ്ക്കുക. പ്രസ് ചെയ്ത് കുഴച്ച് ആ മാവ് നല്ല മയം വരും. ആ കുഴയ്ക്കണ രീതിയിലാണ് നമ്മുടെ പത്തിരി നന്നാവുമോ എന്നുള്ളത് കിടക്കണം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നല്ല രീതിയിൽ സോഫ്റ്റാക്കി എടുക്കണം മാവ്. കണ്ടോ? ഞാൻ നല്ലപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ്. കണ്ടോ? ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ. ഇനി ഇത് നമുക്കിങ്ങനെ എന്താ പറയുക കുഞ്ഞു ബോൾസാക്കി എടുത്ത് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത്, സോഫ്റ്റായിട്ട് പരത്തണം. കാരണം ഇത് ഭയങ്കര എന്താ പറയുക ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരുവിധം റൗണ്ടായിട്ടൊക്കെ എനിക്ക് പരത്തിയെടുക്കാൻ പറ്റാറുണ്ട്. ഇനി അഥവാ നമുക്ക് റൗണ്ടായി പരത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പത്തിരി ഒന്ന് നല്ല രീതിയിൽ പരത്തിയെടുക്കുക. അത് ഏതെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് ചിലപ്പോൾ പരത്തുമ്പം ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളുടെ ഷേപ്പൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ കഴിക്കാനാണെങ്കിൽ ഷേപ്പ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വല്ല വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ നല്ല ഷേപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ പറയണേ. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുമായിരിക്കും. നമ്മൾ ഒരു ടിഫിൻ ബോക്സിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഒക്കെ നല്ല റൗണ്ട് ഷേപ്പിലുള്ളൊരു മൂടി എടുത്തിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ പത്തിരി പരത്തിയിട്ടുണ്ട്. കണ്ടോ? ഒരുവിധം നല്ല രീതിക്ക് തന്നെ പരത്തിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ മൂടി എടുത്ത് പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. ഓക്കെ, നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മൂൺ പോലെ ഇല്ലേ, നല്ല പൂർണ്ണചന്ദ്രൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പത്തിരികളൊക്കെ ആക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാൻ നല്ല ചൂടായ ശേഷം പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരി ഏകദേശം വെന്ത് തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ പത്തിരി ആ പാനിൽ ഓടിക്കളിക്കുന്നതായിട്ട് തോന്നും. നോക്കിക്കോളൂ കേട്ടോ. ഇത് നമുക്കിങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോവാതെ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം എന്ന് പറയാൻ കാരണം ആ ഒരു കളറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പത്തിരിയുടെ ഭംഗി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് നമ്മളിത് വേവിച്ച് കൊടുക്കുക.
ഇത് വെന്ത് വരുമ്പം നമുക്ക് പത്തിരി റെഡിയായി എന്ന് നമുക്ക് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ പോളയായിട്ട് ഇങ്ങനെ പൊന്തി വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ പത്തിരി ഏകദേശം വെന്ത് തുടങ്ങിയിട്ട് അതാണ് അത് ആ പാനിൽ കിടന്നിങ്ങനെ ഓടിക്കളിക്കുന്നത്. ഇനി ഇതിങ്ങനെ നമുക്ക് ഒറ്റ പോളയായിട്ട് ഇങ്ങനെ പൊന്തി വരും. കണ്ടോ? ഇതാണ് പത്തിരിയുടെ പാകം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പത്തിരി ചുട്ടെടുക്കേണ്ടത്. ഞാൻ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു. നല്ല നൈസ് പത്തിരിയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോഴിക്കറി നോക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ്, പച്ചമുളക്, മല്ലിയില, സവോള, ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ നോക്കാം. ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഇട്ട് താളിക്കാനുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ചൂടായ ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഷാപ്പിലെ കറിയാണ്. നല്ല എരിവൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ പത്തിരിക്ക്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കട്ടെ. എല്ലാ കറിയിലും നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമ്മുടെ താളിക്കൽ ഐറ്റംസൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നമുക്ക് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 സവോള എടുത്തിട്ടുള്ളൂ. സവോള അധികം ചേർക്കണില്ല. ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്. അധികം ചേർക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളിയാണ് അതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കറിക്ക്. അപ്പോൾ ചെറിയുള്ളി ഞാൻ നല്ല ചെറുതായി അരിഞ്ഞിട്ടൊന്നുമില്ല. ഇതിങ്ങനെ 2 പീസാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ലപോലെ ആ കറിയിൽ കിടന്ന് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചെറുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരുപാടിങ്ങനെ മൊരിയിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എല്ലാ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എടുത്തു വെച്ച എല്ലാ പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ നമുക്കിതൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ ആ മസാലയ്ക്ക് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ? അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇനി നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാനുള്ള ഒരു കാര്യം തക്കാളിയാണ്. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ് നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ 3 തക്കാളി വരെ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നല്ല പുളിയുള്ള തക്കാളി ആവാൻ ചാൻസ് ഇല്ല. കാരണം ആപ്പിൾ തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പുളി കുറവായിരിക്കും. നാടൻ തക്കാളിയല്ല. അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തേക്കുന്നത്. നാടൻ തക്കാളി ആണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് ഇത്തിരി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഒരുപാട് വലിയ പീസുകളല്ല. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലപോലെ ഇളക്കി ആ മസാല അതിലേക്ക് പിടിപ്പിച്ച് എടുക്കാം. വലിയ പണിയൊന്നുമില്ല. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 25 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ
നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലോണം ആ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്ക് ഇത്തിരി ചാറുള്ള കറി വേണമെന്നുള്ളതുകൊണ്ടാണ്. അല്ലേ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമെങ്കിലും അത് പോരായിക വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലോണം തിളച്ച് നല്ല ചാറൊക്കെ വന്ന് നല്ല പോലെ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി മല്ലിയിലയും കൂടി തൂവി നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പത്തിരിയും ഈ കോഴിക്കറിയും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കഴിക്കുന്നതെന്നും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ചെയ്യുന്നത് ഒരു പത്തിരിയുടെ ചെറിയൊരു പീസ് എടുത്തു. ചിക്കനിൽ നിന്ന് നല്ലപോലെ ചാറും ചെറിയ പീസൊക്കെ കൂടി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണിത്. നല്ല ഇഷ്ടമാണ് ഈ ഒരു പത്തിരിയും ചിക്കൻ കറിയും കോമ്പിനേഷൻ. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വിഭവമായിരുന്നു കേട്ടോ ഇത്. ഇനി അടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രൈ ആണ്. ആളിതാ ഒരു പത്തിരി അങ്ങനെ തന്നെ എടുത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഇത് നല്ല ചെറിയ പത്തിരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയിരിപ്പിൽ കുറേ എണ്ണം തീർത്ത് പോവും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് ഈ സാധനം. കണ്ടോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.